എന്നാലും ഇത് ഉദയകൃഷ്ണ എഴുതി തന്നെയല്ലേ? ഖലീഫ കണ്ടു. ഉദയകൃഷ്ണ അല്ല, ജിനു എബ്രഹാം രചിച്ച് വൈശാഖ് സംവിധാനം ചെയ്ത പടമാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ മലയാളം ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ച്, പടത്തിന്റെ കഥ എന്താണെന്നും നായകൻ ആരാണെന്നും അറിയാൻ വേണ്ടി നമ്മുടെ നായകൻ ആമിർ അലിയുടെ ഉമ്മയോട് ചോദിക്കാം. ഓനവിടെ ഒരുപാട് പണിയുണ്ട് മോളെ. ഒരു ഇന്ത്യക്കാരനാവന്റെ മോലാളി. മൂപ്പർക്ക് 100 കൂട്ടം ബിസിനസ്സാ. കടപ്പുറത്തും കപ്പലിലും ഒക്കെ. മർച്ചന്റ് നേവിയിലാണോ? മഗ്ലിങ്ങ. പക്ഷേ അവിടുത്തെ പോലീസുകാരെ കണ്ടോ പൂർത്തി മുട്ടിയിരിക്കുക. ചിലപ്പോ 1-2 ആഴ്ച ഓനെ സ്റ്റേഷനിൽ നിന്ന് വിടൂല. എന്നാലും ഇന്ത്യക്കാരനെ എങ്ങനെയെങ്കിലും ഓനെ ഇറക്കിക്കൊണ്ട് വരും. അത്രേ ഉള്ളൂ. ഒരു ആവറേജ് ക്ലീഷേ ആക്ഷൻ പടമാണ് ഖലീഫ. ഇതിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാല് പൃഥ്വിരാജിന്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് സീൻ ഉണ്ട്, അത് കൊള്ളാം. ഒരു ഹോം ഇൻവേഷൻ സീൻ ഉണ്ട്, ജയിൽ ഫൈറ്റ് സീൻ, പിന്നെ ഫാൻസിനെ സോപ്പിടാൻ വേണ്ടി ക്യാമിയോസ് ഉണ്ട്, അതും ഓക്കെ ആയിരുന്നു. തേർഡ് ആക്ട് ആണ് മൊത്തത്തിൽ പടത്തെക്കാൾ ബെറ്റർ എന്ന് പറയാം. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരും എന്ന രീതിയിലാണ് തീർന്നേക്കുന്നത്. മേ ബി സെക്കൻഡ് പാർട്ട് ഇതിലും ബെറ്റർ ആയേക്കും. ഇത്രയുമാണ് എനിക്ക് പടത്തിൽ ആകെ കൊള്ളാവുന്നതായിട്ട് തോന്നിയത്. ഒപ്പം ജേക്സ് ബിജോയിയുടെ അന്യായ കത്തിക്കൽ. ഓരോ ക്യാരക്ടേഴ്സിനും സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആണ്. അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് 2 നോർത്ത് ഈസ്റ്റ് ഹോം സെക്യൂരിറ്റി ഗാർഡ്സിന്റെ, അതായത് നമ്മുടെ ഗൂർഖ ഭായിമാരുടെ ഒരു ഫൈറ്റ് ഉണ്ട്, അത് പൊളിയായിരുന്നു. അതിന് ക്ലൈമാക്സിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തേക്കുന്നതും നൈസായിട്ട് തോന്നി. ബാക്കി പടത്തിൽ ക്ലീഷകളുടെ പെരുന്നാളാണ്. 80കളിലെ കഥയും 2010ലെ മേക്കിങ്ങും 2026ലെ മ്യൂസിക്കുമാണ് ഈ പടത്തിലുള്ളതെന്ന് പറയാം. പെർഫോമൻസിൽ പൃഥ്വിരാജ് ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. 2010ലെ ഒരു അൻവർ സിനിമയുടെ ഒക്കെ ലുക്ക് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. അത്രയും ചെറുപ്പമായിട്ടുണ്ട്. സോ പുള്ളിയായിട്ട് കഷ്ടപ്പെട്ട് ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു പ്രായം കുറച്ച് കൊണ്ടുവന്നതൊക്കെ നൈസായിട്ട് തോന്നി. സോ ഞാൻ പറഞ്ഞതുപോലെ അന്യായ സ്ക്രീൻ പ്രസൻസ്, ആക്ഷൻ സീനുകളൊക്കെ അതുകൊണ്ട് തന്നെ കൊള്ളാം. ഇതിലാണെങ്കിൽ പൃഥ്വിരാജിന് മാത്രമല്ല, മര്യാദയ്ക്ക് റാംബോ ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെയാണ് മൊത്തത്തിൽ കാസ്റ്റ് ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പടത്തിന്റെ ഒരു 40 മിനിറ്റോളം ഈ സ്ലോ മോഷനിലുള്ള നടത്തമാണ്. ജേക്സ് ബിജോയുടെ സ്കോറിനനുസരിച്ച് സ്റ്റൈലിഷ് ആയിട്ട് നടക്കണം. പൃഥ്വിരാജ് കഴിഞ്ഞാൽ പിന്നെ അതിന് പറ്റുന്ന രീതിയിലാണ് ബോളിവുഡിൽ നിന്നും നിതിൻ മുകേഷിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ കുറെ ക്യാരക്ടേഴ്സിന് ഈ ഒരു റാംബോക്ക് സ്റ്റൈൽ നടത്തമുണ്ട്. സോ ഈ ഒരു റാംബോക്കിന് പടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ലാസ്റ്റ് വരുന്ന ക്യാമിയോസും ഈ ഒരു വോക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലെ വില്ലന്മാര്, നാട് വിട്ടുപോയ നായകന് വേണ്ടി വർഷങ്ങളായിട്ട് ഇരവഴിഞ്ഞിപ്പുഴയുടെ കൂടെ കാഞ്ചനമാലയെ പോലെ ദേഹം പൊള്ളിയ ഒരുത്തനെയും കൊണ്ട് കാത്തിരിക്കുന്ന ഹാരിസും രാഘവനും. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഈ 2 വില്ലന്മാരായിട്ട് വരുന്നത് നിതിൻ മുകേഷും നമ്മുടെ ഷമി തിലകനുമാണ്. ഇത്രയും ഭൂലോകമണ്ണകളായിട്ടുള്ള 2 വില്ലന്മാരെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. നായകന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്തിന്? നായകന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ജയിലിന്റെ ഉള്ളിൽ എല്ലാ സെറ്റപ്പും നടത്തി വെച്ച് സ്വയം കുഴി തോണ്ടുന്ന മണ്ടങ്കണാപ്പന്മാർ. ഈ ആക്ഷൻ പടങ്ങളിലൊക്കെ വില്ലന്മാര് പൊട്ടന്മാരായി കഴിഞ്ഞാൽ പിന്നെ പടം തീർന്ന്. ഇതിൽ അതാണ് സംഭവിച്ചത്. കൂട്ടത്തിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള ക്യാരക്ടർ വിനായകൻ എന്ന വില്ലൻ വേഷം ചെയ്തിരിക്കുന്ന ശിവജിത്തിൻ്റെതാണ്. ഇതുപോലൊരു ഗതികെട്ട ക്യാരക്ടർ വില്ലന്മാരുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. പുള്ളിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടവും സഹതാപവും ഒക്കെ തോന്നുക. പിന്നെ ഇവരുടെ കൂടെ LKG എന്നങ്ങാണ്ട് സ്കൂളിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന ഒരു കൊച്ചു പയ്യനും കൂടെ ഉണ്ട്, കൊച്ചു വില്ലൻ. സേർട്ടായിട്ട് വരുന്നത് നമ്മുടെ വിവേക് ഒബ്രോയുടെ അച്ഛനായ സുരേഷ് ഒബ്രോയാണ്. പുള്ളി കൊള്ളാമായിരുന്നു. പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് ക്ലീഷേ റോളിൽ രഞ്ജി പണിക്കർ, ഉറ്റ സുഹൃത്തായിട്ട് സഞ്ജു ശിവറാം, ഇവർ രണ്ടുപേരും ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നായിക ഫിസ ആയിട്ട് വരുന്നത് മാളവിക ശർമ്മ എന്ന പുതിയ കുട്ടിയാണ്. ആ കുട്ടിയാണെങ്കിൽ വാ തുറന്നിട്ടില്ല, ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്ന ഒരു നായിക. കല്യാണാലോചനയും കരച്ചിലും ഒക്കെ ആയിട്ട് ക്ലീഷേ അമ്മ റോളിൽ മോഹിനി റിട്ടേൺ അടിച്ചു വന്നിട്ടുണ്ട്. ഇന്ദ്രൻസ്, ആനന്ദ് മന്മഥൻ, സുധീർ കരമന, നിസ്താർ സെയ്ദ് തുടങ്ങിയ വൻ താരനിര പടത്തിലുണ്ട്. ടെക്നിക്കലി നീറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ജോമോന്റി ജോണിന്റെ ക്യാമറ നൈസാണ്. കുറെ വിദേശ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കിടുവായിരുന്നു. കളർടോൺ നൈസാണ്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് കൊള്ളാം. ആക്ഷൻ കൊറിയോഗ്രാഫി നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭായിമാരുടെ ഫൈറ്റ്, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നൈസാണ്. ജേക്സ് ബിജോയുടെ സ്കോറിനെ പറ്റി നമ്മൾ പറഞ്ഞു. പാട്ടുകളെല്ലാം ഫസ്റ്റ് ഹാഫിൽ തന്നെ തീർന്നിട്ടുണ്ട്. എല്ലാം കൊള്ളാമായിരുന്നു. എല്ലാവരും പേടിച്ച ഭ്രാന്തായാൽ എന്തു സുഖം എന്ന പാട്ട് പടത്തിലില്ല, പക്ഷെ അതിലും ശോകമായിട്ടുള്ള ശോകഗാനങ്ങൾ ഇതിലുണ്ട്. എന്നാലും ഇത്രയും ക്ലീഷേ കഥയ്ക്കകത്ത് ആ പാട്ട് വരുന്നതായിരുന്നു പലരുടെയും വലിയ പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. യാതൊരു ഇമോഷണൽ കണക്ഷൻ തോന്നാത്ത കഥാപാത്രങ്ങളും കഥയും, പുതുമയില്ലാത്ത കഥാപശ്ചാത്തലം, ക്ലീഷേ പ്രോമാക്സ് ആയിട്ടുള്ള സീനുകൾ, ഓൾഡ് സ്കൂൾ ഡയലോഗ്സ്, വീക്കായ വില്ലന്മാർ, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥ ഒക്കെ സിനിമയുടെ പ്രശ്നങ്ങളാണ്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ക്യാമിയോ ആണെങ്കിൽ ആറാട്ട് സിനിമയുടെ അവസാനമാണ് ഓർമ്മിപ്പിച്ചത്. എങ്കിലും ഈ അപ്പൂപ്പൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും പ്രായം? ഒരു 85-90. പടത്തിന്റെ ലെങ്തും കുറച്ച് കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ സ്ലോ മോഷൻ നടപ്പൊക്കെ തന്നെ കട്ട് ചെയ്താൽ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞേനെ. സോ മൊത്തത്തിൽ ഒരു ക്ലീഷേ ആക്ഷൻ പടമാണ് ഖലീഫ. എനിക്ക് പടം തീരെ പോരാ എന്നാണ് തോന്നിയത്, വർക്കായില്ല. പക്ഷെ ഫാൻസുകാർക്ക് ഇതൊരു കിടിലൻ പടമായിട്ട് തോന്നിയേക്കാം. അവർക്ക് ആഘോഷിക്കാനുള്ള, ഓളം വെക്കാനുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഈ സിനിമയിലുണ്ട്. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 40 മിനിറ്റ് എങ്ങാണ്ടാണ് റൺ ടൈം. വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് UA 16+ ആണ് ഈ സിനിമ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.